അപ്പം സോയിൽ ക്ലേ എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പിന്നെ ഇതിന്റെ ഷോർട്ട് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ലോങ് വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് കണ്ടു. അതാണ് കേട്ടോ നമ്മൾ ഇന്ന് പെടാനുള്ള കാരണം. നമ്മൾ ഏത് മണ്ണാണ് യൂസ് ചെയ്തിരിക്കണെന്ന് നിങ്ങൾക്ക് അറിയോ? ഉറുമ്പൊക്കെ കൂട്ടി വെച്ച ആ മൺപുറ്റി കൊണ്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സോയിൽ ക്ലേയും കിട്ടിയത്. ഫസ്റ്റ് സ്റ്റെപ്പ് വെള്ളവും മണ്ണും നല്ലപോലെ മിക്സ് ആക്കുക. എന്റെ ഉമ്മാന്റെ പഴയ ഒരു ഷാൾ വെച്ചിട്ടോ അരിച്ചെടുക്കണേ. ഒരു കോട്ടന്റെ ക്ലോത്ത് ആണ് കേട്ടോ അരിച്ചെടുക്കാൻ ഏറ്റവും ബെറ്റർ. ഇത് ഉണ്ടാക്കണം എന്ന് പറയാൻ തൊടുത്തിട്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞിരിക്കണം കേട്ടോ. എന്റെ കാലൊടിഞ്ഞതിനെ കൊണ്ട് എനിക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് നമ്മളെ ചങ്ങായിമാരോട് പറഞ്ഞത് നമുക്ക് സോയിൽ ക്ലേ ഉണ്ടാക്കിയാലോ. ഒന്നും നോക്കിയില്ല, ബക്കറ്റ് കൊണ്ടിടോ മണ്ണെടുക്കണോ. അങ്ങനെ ഓലെന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്ലേ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ സ്കൂൾ വെക്കേഷൻ ഒക്കെ അല്ലേ, പിള്ളേരുണ്ട് വെറുതെ ഇരിക്കണം. ഇതൊക്കെ വല്ലതും നടക്കുമെന്ന് വെച്ചിട്ടാണ് നമ്മള് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. നമ്മള് വീഡിയോ എടുക്കാൻ ഓല ഉണ്ടാക്കാതുകൊണ്ട് നമ്മളെ മേലൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഒരു ദിവസം വേണം നമ്മളെ ക്ലേ ഉണ്ടാക്കാൻ. പിന്നീട് അത് പരത്തി ഉണക്കി ക്ലേ ആയി കിട്ടുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ 2 ദിവസമെങ്കിലും ആണ് കേട്ടോ. ഇതുപോലെ മണ്ണിൽ കളിക്കുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലാണ് ഓർമ്മ. സാറന്മാരും ടീച്ചേഴ്സും പറയും പണ്ടത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ചിലവരോട് പറയും ഓല കൊണ്ടുള്ള കാറ്റാടിയും പന്തും. അങ്ങനെ ഓരോരുത്തരും പല ഐറ്റംസും ഉണ്ടാക്കും. ഞങ്ങള് കുറച്ച് പേരോട് പറഞ്ഞത് മണ്ണ് വെച്ചുള്ള ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കി വരാനായിരുന്നു കേട്ടോ. അന്ന് ഉണ്ടാക്കിയതാണെങ്കിലോ ഒരല്, ഒലക്ക, അമ്മി, ആട്ടുകല്ല് അങ്ങനത്തെ ഐറ്റംസ് ചെയ്യുന്നു കേട്ടോ. അന്നാണെങ്കിലോ ഇതുപോലത്തെ നീറ്റ് ആയിട്ടുള്ള ക്ലേ ഒന്നും നമുക്ക് കിട്ടൂല എന്ന് പറഞ്ഞാൽ അന്ന് ഇതൊന്നും അറിയില്ല. അപ്പൊ എന്താക്കും, ഡയറക്റ്റ് മണ്ണെടുക്കും, പിന്നീട് വെള്ളം ഒഴിക്കുക, കുഴച്ചെടുക്കുക, അതൊക്കെ തന്നെ. അങ്ങനെ പറഞ്ഞ് നമ്മള് വെള്ളമൊക്കെ ഇതുപോലെ തെളിഞ്ഞങ്ങോട്ട് കിട്ടിക്കുന്നു കേട്ടോ. പിന്നെയും പറയാം, ഒരു 3-4 പ്രാവശ്യം അരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് നീറ്റ് ആയിട്ടുള്ള ക്ലേ കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ആ തെളിഞ്ഞു നിൽക്കുന്ന വെള്ളമൊന്നും നമുക്ക് ആവശ്യമല്ല. നമുക്ക് കിട്ടും പോലെ പരമാവധി ആ വെള്ളം എടുത്ത് ഒഴിവാക്കണം കേട്ടോ. നമ്മുടെ അനിയൻകുട്ടന്മാർ ഈ സോയിൽ ക്ലേ ഇടക്കിടക്ക് ഉണ്ടാക്കാറുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓർക്ക് ഇത് ഉണ്ടാക്കാനൊന്നും ഒരു പുത്തരിയല്ല. സ്കൂൾ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഇതുപോലെ മണ്ണൊക്കെ എടുത്ത് കളിച്ചോളി. അല്ലാതെ തോട്ടിലും പുഴയിലൊന്നും പോയി ഇടങ്ങേറുണ്ടാക്കരുത്. അല്ല, വാർത്തകളിലൊക്കെ ഓരോന്ന് കേൾക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതാവുമ്പോ മണ്ണിലും കളിക്കുക, അത് വെച്ച് കുറച്ച് ഐറ്റംസോളും ചെയ്തെടുക്കാം. അങ്ങനെ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ പിഴിഞ്ഞങ്ങോട്ട് കൊടുക്കണം കേട്ടോ. അതിലുണ്ടായിരുന്ന വെള്ളം അവർ പരമാവധി ഊറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ കൈ വെച്ചിട്ട് ഇതുപോലെ പരത്തി അങ്ങോട്ട് കൊടുക്കുക. ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഇതിലൊരു കച്ചറകളും ഇല്ലാന്ന്. കൈ വെച്ച് ഇതുപോലെ ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മളെ ക്ലേ ഒരു ദിവസത്തിന് ശേഷം ഉണക്കിയെടുത്തു കേട്ടോ. ഇപ്പത്തെ വെയിലത്തൊക്കെ ഉണക്കാൻ വെച്ചാൽ മൺകുടുക്ക പൊട്ടിയ പോലെ ആവും. അതുകൊണ്ട് പരമാവധി കുറച്ച് തണുപ്പുള്ള സ്ഥലത്തൊക്കെ വെക്കാൻ നോക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളെ ക്ലേയുടെ ഒരു പരുവം. അങ്ങനെ ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സോയിൽ ക്ലേ. അങ്ങനെ ഈ ക്ലേ നിങ്ങൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് ഫൈനൽ റിസൾട്ട് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് കമന്റിൽ അറിയിക്കൊണ്ടു. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇത് മാത്രമല്ല, നമ്മൾ ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഇട്ടിക്കണോ, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് ചെക്ക് ചെയ്ത് നോക്കി. ഈ ഒരു ക്ലേയുടെ പെർഫെക്ഷൻ ഈ നൂല് വെച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ. ഇത് വെച്ച് നമുക്ക് ഏതൊക്കെ ഐറ്റംസും വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അത്രക്കും സോഫ്റ്റ് ആണ് കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഫ്ലോപ്പ് ആവാറാണ് പതിവ്. ഇത് ഇത്ര പെർഫെക്റ്റിൽ കിട്ടിയപ്പോ ഇനി ഉണ്ടാക്കാൻ ഒരു ത്വര. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും മറക്കാതെ ചെയ്യണേ. ഇത് വെച്ച് നമ്മൾ വിഷുക്കാണ് ചെയ്തിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇത് വെച്ച് എന്തെങ്കിലും മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആക്കി. താങ്ക്സ് ഫോർ വാച്ചിങ്.